വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് നിരവധി ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, ഓ ഇത്രയും വലിയ സിലബസ് ഉണ്ട്, ഈ വലിയ സിലബസ് ഒക്കെ ഫുള്ള് കവർ ചെയ്തിട്ട് എങ്ങനെ 55 മാർക്കിലോട്ടേക്ക് എത്തും? ഈ ഒരു പരീക്ഷയുടെ ഒരു കട്ട് ഓഫ് റേഞ്ച് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രിലിംസിൻ്റെ ഒരു കാര്യം, എങ്ങനെയാണ് കട്ട് ഓഫ് മാർക്ക് റേഞ്ചസ് ഒക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഹായ്, ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അനുശ്രീ. ഇന്ന് നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞു. ഒരു പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ പരീക്ഷ തന്നെയാണ് വരാനിരിക്കുന്നത്. ഇപ്പം യൂണിവേഴ്സിറ്റി മാത്രമല്ല, ഒരുപാട് പരീക്ഷകൾ ഇനി നമുക്ക് ഡിഗ്രി ലെവലിൽ വരുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് എത്ര സമയം പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഉള്ളത്. എല്ലാവരും ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ഒരു ദിവസം ഞാൻ എത്ര സമയം ഇരുന്ന് പഠിച്ചാൽ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷ ക്ലിയർ ആവണമെങ്കിൽ എത്ര ടൈം ഇരുന്ന് പഠിക്കണം എന്നിങ്ങനെ ആലോചിച്ച് അതിനുവേണ്ടി മാത്രം വിഷമിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 31. അപ്പം ലാസ്റ്റ് ഡേയ്സിലോട്ടേക്ക് നിൽക്കാണ്ട് എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്തിടുക. അപ്പം വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് നിരവധി ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലുണ്ട്. വരുന്ന വർഷത്തിൽ ഒരുപാട് എക്സാംസ് ആണ് വരാനിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും കൂടി ഒരു കോമൺ പ്രിലിമിനറി എക്സാം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ അവസാനം തരാം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു പരീക്ഷയുടെ ഒരു കട്ട് ഓഫ് റേഞ്ച്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രിലിംസിൻ്റെ ഒരു കാര്യം, എങ്ങനെയാണ് കട്ട് ഓഫ് മാർക്ക് റേഞ്ചസ് ഒക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇതുവരെ നടത്തിയിട്ടുള്ള 2021 മുതൽ 2025 വരെ നടത്തിയിട്ടുള്ള എല്ലാ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കും വന്നിരിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 45 മാർക്ക്, അല്ലെങ്കിൽ 45 മാർക്കിന് മുകളിലേക്കാണ്. നമുക്ക് കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 50നും 55നും ഇടയിലായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രിലിംസിൻ്റെ കട്ട് ഓഫ് എല്ലാ എക്സാംസിനും ആ ഒരു റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, 100 ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഈ 100 ക്വസ്റ്റ്യൻസിൽ, അല്ലെങ്കിൽ 100 മാർക്കിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കൊരു 55 മാർക്ക്, അല്ലെങ്കിൽ ഒരു 55 മാർക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രിലിംസ് ക്ലിയർ ആയി, അല്ലെങ്കിൽ നമ്മൾ സേഫ് സോണിലായി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം നമ്മൾ വിചാരിക്കും, ഇപ്പം ഞാൻ പറഞ്ഞു 55 മാർക്ക് വാങ്ങിച്ചാൽ മതിയല്ലോ, 55 മാർക്ക് വാങ്ങിയാൽ സേഫ് സോണിലായല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, ഓ ഇത്രയും വലിയ സിലബസ് ഉണ്ട്, ഈ വലിയ സിലബസ് ഒക്കെ ഫുള്ള് കവർ ചെയ്തിട്ട് എങ്ങനെ 55 മാർക്കിലോട്ടേക്ക് എത്തും? വലിയ സിലബസ് ആണ്, ഇതൊക്കെ ഇനി എപ്പോഴാണ് കവർ ചെയ്യുക? അങ്ങനെ ഒരു ഡൗട്ടും നമ്മുടെ എല്ലാവരുടെ മനസ്സിലുണ്ടാവും അല്ലേ. നമുക്ക് നമ്മുടെ സിലബസിലേക്ക് നോക്കാം. ഇതാണ് നമ്മുടെ പ്രിലിംസിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഹിസ്റ്ററിയുടെ ഭാഗത്തുനിന്ന് 10 മാർക്കാണ് വരുന്നത്. ജോഗ്രഫിയിൽ 5 മാർക്ക്, ഇക്കണോമിക്സ് 5 മാർക്ക്, സിവിക്സ് 5 മാർക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, ആർട്സ് ലിറ്ററേച്ചർ സ്പോർട്സ് 10 മാർക്ക്, കമ്പ്യൂട്ടർ 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്. ഇനി എപ്പോഴും പറയാം, എല്ലാ വീഡിയോയിലും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് MEM, മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. അവിടെ എത്ര മാർക്കാണ്? അവിടെ 50 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ഓക്കെ, 50 മാർക്ക് MEMൻ്റെ ഭാഗത്തുനിന്നും ബാക്കി 50 മാർക്ക് നമ്മുടെ GKയുടെ ഭാഗത്തുനിന്നുമാണ് എന്ത് വരുന്നത്, നമുക്ക് പ്രിലിംസിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പം എല്ലാവരും വളരെ ക്ലീഷ ആയിട്ടുള്ളൊരു കാര്യമാണ് MEM ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്കറിയാം. എല്ലാവരും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യമാണെന്നും എനിക്കറിയാം. പക്ഷെ പറയാണ്ടിരിക്കാൻ നിർവാഹമില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം 50 മാർക്ക് അവിടെ വെയിറ്റേജ് വരുന്നുണ്ട്. ഈ 50 മാർക്കിൽ നമുക്കൊരു 40 to 45 മാർക്ക് വാങ്ങാൻ പറ്റിയാൽ തന്നെ നമുക്ക് എന്തായി, നമ്മളൊരു സേഫ് സോണിലോട്ടേക്ക് പോകും. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, നമ്മൾ എല്ലാവരും ഒരു സിലബസ് മൊത്തം കംപ്ലീറ്റ് ആക്കുക. ഇത് എപ്പോഴും സിലബസ് മൊത്തം കംപ്ലീറ്റ് ആക്കണം, അങ്ങനത്തെ ടെൻഡൻസിയാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. നിങ്ങൾ നോർത്ത് നോക്കിക്കേ, ഹിസ്റ്ററി 10 മാർക്കാണ് അവിടെ വെയിറ്റേജ് വരുന്നത്. നമുക്ക് ഏതൊക്കെ ഹിസ്റ്ററി പഠിക്കാനുള്ള, കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കണം, വേൾഡ് ഹിസ്റ്ററി പഠിക്കണം. ഈ 3 ഹിസ്റ്ററിയുടെ സിലബസ് മൊത്തം കംപ്ലീറ്റ് ആക്കി പക്ക A to Z നമുക്ക് കംപ്ലീറ്റ് ആക്കി വരണമെങ്കിൽ 1 വർഷം ഇരുന്നാലും 2 വർഷം ഇരുന്നാലും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു റിയാലിറ്റിയാണ്. ജോഗ്രഫി 5 മാർക്കേ ഉള്ളൂ. ആ 5 മാർക്കിന് വേണ്ടി നമുക്ക് ഏതൊക്കെ ജോഗ്രഫി പഠിക്കാണ്ട്, ഫിസിക്കൽ ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി, 3 ജോഗ്രഫിയും കൂടി പഠിച്ചാൽ നമുക്ക് 5 മാർക്കാണ് അവിടെ കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കുറേ ടൈം കളയാനില്ല. ഓക്കെ, അങ്ങനെ ഓരോന്നെടുത്ത് നോക്കുവാണെങ്കിൽ ഇത് തന്നെ അവസ്ഥ. കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ വാസ്റ്റായിട്ട് കിടക്കുന്ന ടോപ്പിക്കാണ്, 5 മാർക്കാണ് അവിടെയും വെയിറ്റേജ് വരുന്നുള്ളൂ. സോ
ഈ ഓരോ ടോപ്പിക്കിലെയും ഓരോ സബ്ജക്റ്റിലെയും സിലബസ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫുള്ള് ഇരുന്ന് പഠിച്ചിട്ടൊരു എക്സാം ഹോളിലോട്ടേക്ക് പോവാന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇവിടെ എന്താ ചെയ്യേണ്ടത്? കുറച്ച് സ്മാർട്ടായിട്ട് പഠിക്കുക ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ നോക്കിക്കേ, മാത്സ് 20 മാർക്ക്. മാത്സ് ഡെയിലി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതി. മാത്സിൻ്റെ ടോപ്പിക്ക് ലിമിറ്റഡ് ആണ്. മാത്സിൽ അതായത് നമുക്ക് മാത്സിൻ്റെ സിലബസിൽ വരുന്ന ടോപ്പിക് ഉണ്ട്, മെൻ്റൽ എബിലിറ്റിയും മാത്സും ഉണ്ട്. അപ്പം മെൻ്റൽ എബിലിറ്റിയുടെ ഭാഗത്തുനിന്ന് 10 മാർക്ക്, മാത്സിൻ്റെ ഭാഗത്തുനിന്ന് 10 മാർക്ക്. സോ ഇവിടുന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ മെൻ്റൽ എബിലിറ്റി, ഡയറക്ഷൻ റിപ്പീറ്റഡ് ആണ്. ഡയറക്ഷൻ ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഡയറക്ഷൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ഏജ് പ്രോബ്ലംസ് റിപ്പീറ്റഡ് ആണ്. ബ്ലഡ് റിലേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. സോ മെൻ്റൽ എബിലിറ്റിയിൽ നിന്ന് അങ്ങനെ വരുന്ന ഏരിയാസ് ഉണ്ട്, അത് ഐഡന്റിഫൈ ചെയ്യുക, അത് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുക. അവിടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ മെൻ്റൽ എബിലിറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി മാത്സിലോട്ടേക്ക് വരിക. മാത്സിലോട്ടേക്ക് വന്നാൽ പെർസെൻറ്റേജ് റിപ്പീറ്റഡ് ആണ്. അല്ല, പെർസെൻറ്റേജ് ഇല്ലാത്ത ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉള്ളത്? റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ റിപ്പീറ്റഡ് ആണ്. റേഷ്യോ പ്രൊപ്പോർഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഇനി മാത്സിലോട്ടേക്ക് വരികയാണെങ്കിൽ ആവറേജിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം അതുപോലെ തന്നെ പലിശ, നമ്മുടെ ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം ഈ റിപ്പീറ്റഡ് സാധനങ്ങൾ തന്നെയാണ് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പം അതെന്ന് പറയുന്നത് ഫിക്സഡ് ടോപ്പിക്കുകളാണ്. നമുക്കറിയാം അവിടെ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. സോ ഈ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിൻ്റെ ഈ 20 മാർക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ സേഫ് ആയിരിക്കും. പക്ഷെ അങ്ങനെ സേഫ് ആകണമെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് പഠിച്ചാൽ പോരാ. നമ്മൾ എന്ത് ചെയ്യണം? ഡെയിലി വർക്കൗട്ട് ചെയ്യണം. ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതിയാകും. അപ്പം ഡെയിലി നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക, ഡെയിലി അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യുക. 20 മാർക്ക് അവിടെ സേഫായി. ഓക്കെ, 20 മാർക്ക് സേഫായി. ഇംഗ്ലീഷിലേക്ക് വരാം. ഇംഗ്ലീഷിൽ നമുക്ക് ഗ്രാമറും വൊക്കാബുലറി ഉണ്ട്. അപ്പോൾ വൊക്കാബുലറിയുടെ ഭാഗമായിരിക്കും എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടാവുക. ഗ്രാമർ നമ്മൾ പഠിച്ചവിടെ സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ, ഗ്രാമർ നമുക്ക് ഒരുപാട് ടൈമൊന്നും വേണ്ട പഠിക്കാൻ. ഗ്രാമർ നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. കുറച്ച് നമ്മളൊരു എഫേർട്ട് ഇട്ടാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ പഠിച്ചെടുക്കാം. ഗ്രാമറിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ടൈപ്സ് ഓഫ് സെൻറ്റൻസ്, ആർട്ടിക്കിൾസിൻ്റെ ഭാഗത്തുനിന്ന് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആർട്ടിക്കിൾസിൻ്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഇല്ലേ? ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ഉണ്ട്. നമ്മുടെ ഈഫ് ക്ലോസ്, ടെൻസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസ് റിപ്പീറ്റഡ് ആണ്. ഈഫ് ക്ലോസിൻ്റെ അവിടെ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ക്വസ്റ്റ്യൻ ടാഗ് ഇല്ലാത്ത ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉള്ളത്? ക്വസ്റ്റ്യൻ ടാഗ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ കുറവാണ്. ഇനി നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ റിപ്പോർട്ടഡ് സ്പീച്ചാണ്. അപ്പം നമുക്കറിയാം ഇംഗ്ലീഷിൻ്റെ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നമുക്കറിയാം. അവിടെ നമുക്ക് വേണ്ടത് പ്രാക്ടീസ് ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, റിപ്പോർട്ടഡ് സ്പീച്ചിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് അതിൻ്റെ എല്ലാ റൂൾസും അറിഞ്ഞ് അത് ചെയ്യാൻ പറ്റണം. ആ ഒരു മാർക്ക് അവിടെ ഉറപ്പിക്കാൻ പറ്റണം എന്നുള്ളതാണ്. സോ നമുക്ക് ഈ ഗ്രാമറിന് 10 മാർക്ക് അവിടെ സേഫ് ആണ്. ഇനി വൊക്കാബുലറി ആണുള്ളത്. വൊക്കാബുലറിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് നേരത്തെ മുൻകൂട്ടി പറയാൻ പറ്റില്ല ഇന്ന വൊക്കാബുലറി ആയിരിക്കും വരുന്നതെന്നുള്ളത്. പക്ഷെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്താൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ചില വൊക്കാബുലറീസ് റിപ്പീറ്റഡ് ആണ്, ചില ഫ്രേസൽ വെർബ്സ് റിപ്പീറ്റഡ് ആണ്. സോ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? ഡെയിലി ഒരു 10ഓ 20ഓ വൊക്കാബുലറി വെച്ച് പഠിച്ചു പോകാം. ഒരു 10 വൊക്കാബുലറി ഡെയിലി പഠിക്കണമെങ്കിൽ എത്ര സമയം വേണം? 5 മിനിറ്റ് പോലും വേണ്ടി വരില്ല. ഒരു 10ഓ 15ഓ മിനിറ്റ് എന്ത് ചെയ്യുക? 10ഓ 15ഓ മിനിറ്റ് നിങ്ങൾ വൊക്കാബുലറിക്ക് വേണ്ടി കൊടുക്കുക. ഒരു ഡെയിലി ഒരു 20 വൊക്കാബുലറി ഞാൻ പഠിച്ചിട്ടേ കിടക്കൂ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കുത്തിയിരുന്ന് പഠിക്കണമെന്നില്ല. നമുക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്തുകൊണ്ടാണെങ്കിലും, ജസ്റ്റ് കുറച്ച് പോൾസ് ചെയ്തുകൊണ്ടാണെങ്കിലും നമുക്ക് വൊക്കാബുലറി പഠിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വൊക്കാബുലറി റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ തന്നെ ഒന്ന് വോയിസ് ഒന്ന് റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എതിലേലും നടക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് ആ വൊക്കാബുലറി ഇങ്ങനെ കേട്ടോണ്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ 20 മാർക്ക് ഉണ്ടല്ലോ. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ 20 മാർക്കായി അല്ലേ? എങ്ങനെ പോയാലും മാത്സിൻ്റെ 20 മാർക്കിൽ നിങ്ങൾക്ക് നല്ല പ്രാക്ടീസും നല്ല ടൈം മാനേജ്മെൻറ്റും ഉണ്ടെങ്കിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്കൊരു 16ന് മുകളിലോട്ടേക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇംഗ്ലീഷിൻ്റെ കേസിലാണെങ്കിൽ നല്ല ഗ്രാമർ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വൊക്കാബുലറി നിങ്ങൾ ഡെയിലി പഠിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയും നിങ്ങൾക്കൊരു 17 മാർക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അവിടെയും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മുടെ മലയാളം ഉണ്ട്, 10 മാർക്ക് മലയാളം എന്താ? ഡെയിലി പഠിക്കുക എന്നുള്ളതാണ്. അതും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് സാധനം തന്നെയാണ് മലയാളത്തിൽ വരുന്നത്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് അനലൈസ് ചെയ്ത് നോക്കൂ. ഇതുവരെ കഴിഞ്ഞ എല്ലാ ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെയും പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കൂ, പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കൂ. ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. സോ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? മലയാളം പഠിക്കാൻ വേണ്ടി സാധിക്കും. അവിടെയും നിങ്ങൾക്ക് എങ്ങനെ പോയാലും 10 മാർക്കാണ് മലയാളം വരുന്നത്. 10 മാർക്കിൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 8 മാർക്കൊക്കെ നിങ്ങൾക്ക് അവിടെ സുഖമായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ തന്നെ, ഈ ഒരു മലയാളം ഇംഗ്ലീഷ് മാത്സിൻ്റെ സെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 45ഓളം മാർക്ക് നിങ്ങൾക്ക് അവിടെ പിടിക്കാം അല്ലേ? ഇവിടെ നിങ്ങളൊരു 45 മാർക്ക് പിടിച്ചു. ഇനി നമ്മുടെ GK കിടക്കുക. നമ്മുടെ GK കിടക്കുമ്പോൾ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾ, അതായത് ചുരുങ്ങിയ സമയം കൊണ്ട്
കൂടുതൽ മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതാ ഇവിടെ നമ്മുടെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ കിടപ്പുണ്ട്. 5 മാർക്ക് അവിടെ വെയിറ്റേജ് വരുന്നത്. അവിടുത്തെ പ്രത്യേകത എന്താ, കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകത എന്താ, നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. അതായത് നമുക്ക് ഒരുപാട് ടൈം അവിടെ കൺസ്യൂം ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് ഏതെന്ന് പറയുന്നത് ഈ കമ്പ്യൂട്ടർ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. സോ സുഖമായിട്ട് നിങ്ങൾക്ക് ചെറിയ സമയം കൊണ്ട് അവിടെ ഒരു 5 മാർക്കിൽ നിങ്ങൾക്ക് ഒരു 3 മാർക്കൊക്കെ സുഖമായിട്ട് അവിടെ വാങ്ങാൻ വേണ്ടി പറ്റും. കമ്പ്യൂട്ടറിൻ്റെ അവിടെ ഒരു 3 മാർക്കൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കാലങ്ങളോളം പഠിക്കുന്ന സാധനമാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നമുക്ക് റിപ്പീറ്റഡ് സാധനമാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP തുടങ്ങിയ ഭാഗങ്ങളൊക്കെ റിപ്പീറ്റഡ് സാധനമാണ്. അതുപോലെ തന്നെ പ്രിയാമ്പിൾ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, പ്രധാനപ്പെട്ട അമെൻമെന്റുകൾ. അപ്പം ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളുണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് കണ്ടുപിടിച്ച് പഠിക്കുക. അല്ലാണ്ട് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യം തൊട്ട് അവസാനം വരെ ലക്ഷ്മികാന്ത് മുഴുവൻ ഇരുന്ന് പഠിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് അത് ഫുള്ള് സിലബസ് തീർത്തിട്ട് എക്സാം ഹോളിലേക്ക് പോകാന്നുള്ളത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പോസിബിൾ ആയിട്ടുള്ള കാര്യം എന്താ, കൃത്യമായിട്ട് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് ആ ഏരിയാസിന് ഫോക്കസ് കൊടുത്ത് പഠിക്കുക, അത് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് പോസിബിൾ ആയിട്ടുള്ള കാര്യം. സോ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ അങ്ങനെ അപ്രോച്ച് ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല, ഇനി നമുക്ക് ഇക്കണോമിക്സ് ബാക്കിയുള്ള സബ്ജക്റ്റ് ഇപ്പോൾ ഹിസ്റ്ററിനെയും ജോഗ്രഫിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര വാസ്റ്റ് അല്ല, എന്നാൽ നമുക്ക് കുറച്ചും കൂടി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇക്കണോമിക്സിൽ ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഭാഗങ്ങളുണ്ട്. നാഷണൽ ഇൻകം, 5 ഇയർ പ്ലാൻ, ടാക്സിൻ്റെ ഭാഗം, GSTയുടെ ഭാഗത്തു നിന്നൊക്കെ ഇപ്പോൾ ചോദ്യം വരുന്നുണ്ട്. സോ ആ ഏരിയാസിന് ഫോക്കസ് നിങ്ങൾക്ക് എവിടെ കൊടുക്കാം, ഇക്കണോമിക്സിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ഹിസ്റ്ററിയും ജോഗ്രഫിയാണുള്ളത്. ഹിസ്റ്ററിയുടെയും ജോഗ്രഫിയുടെയും കാര്യം പറയുമ്പോൾ ഹിസ്റ്ററിയിൽ നമുക്ക് ഏത് ഏരിയയ്ക്ക് ഫോക്കസ് കൊടുക്കാം, വേൾഡ് ഹിസ്റ്ററിക്ക്. അതായത് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ചെറിയ സമയം കൊണ്ട് നമുക്ക് കൂടുതൽ ടോപ്പിക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ. കാരണം വേൾഡ് ഹിസ്റ്ററിയിൽ നമുക്ക് ഒരുപാട് ടോപ്പിക്കുകൾ പഠിക്കാനില്ല, പക്ഷെ പഠിച്ച ടോപ്പിക്കിൽ നിന്നും കൃത്യമായിട്ടും ക്വസ്റ്റ്യൻ വരും. വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് എങ്ങനെ പോയാലും ഒരു 2 ക്വസ്റ്റ്യൻ, ആ 5 മാർക്കിലൊരു അതായത് ആ 10 മാർക്ക് അവിടെ വരുന്നതിലൊരു 3-4 ക്വസ്റ്റ്യൻസ് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് വരാറുണ്ട്. അവിടെ തന്നെ റെവല്യൂഷൻ്റെ ഭാഗത്തു നിന്നാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വരാറുള്ളത്. റെവല്യൂഷൻ, UNOൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിൽ ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഓരോ റെവല്യൂഷനും കൃത്യമായിട്ടും പഠിച്ചു വെക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 2 to 3 അല്ലെങ്കിൽ 4 മാർക്കോളം നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി ഇന്ത്യൻ ഹിസ്റ്ററിയിലോട്ടേക്ക് വരുമ്പോൾ ഗാന്ധിയൻ ഇറ എന്ന ഏരിയയ്ക്ക് ഫോക്കസ് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് അവിടെ 2 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പം അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി ഉണ്ട്. കേരള ഹിസ്റ്ററിയിൽ കൂടുതലും ഇപ്പം നവോത്ഥാന നായകന്മാരിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം, നവോത്ഥാനത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ അറൈവൽ ഓഫ് യൂറോപ്യൻസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇനി ട്രാവൻകൂർ ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ ടോപ്പിക് ഐഡന്റിഫൈ ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. അല്ലാതെ നമുക്ക് അറൈവൽ ഓഫ് യൂറോപ്യൻസ് തൊട്ടിട്ട് ഇങ്ങേ തല വരെയുള്ള ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് എക്സാം ഹോളിലോട്ടേക്ക് പോകുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം ഈ സിലബസ് ഒക്കെ എങ്ങനെ തീർക്കും എന്നുള്ള ആ ഒരു ടെൻഷൻ ആദ്യം ഒഴിവാക്കുക. സിലബസ് തീർക്കാനല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ പഠിക്കേണ്ടത് എന്താ, നമുക്ക് പ്രിലിംസ് ആണ് കിടക്കേണ്ടത് അല്ലേ. ആദ്യത്തെ കടമ്പ പ്രിലിംസ് ആണ്. പ്രിലിംസ് കിടക്കണം. പ്രിലിംസിൽ നമുക്ക് ഹയസ്റ്റ് മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതല്ല പ്രിലിംസ് കിടക്കാന്ന് വെച്ചാൽ എന്താ, ആ ഒരു കട്ട് ഓഫ് കിടക്കുക എന്നുള്ളതാണ് പ്രിലിംസിന്റെ ലക്ഷ്യം അല്ലേ. അപ്പോൾ കട്ട് ഓഫ് കിടന്നിട്ടാണെങ്കിൽ നമ്മൾ മെയിൻസിലോട്ടേക്ക് പോകുന്നത്. സോ കട്ട് ഓഫ് കിടക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ ആ ഒരു 55 മാർക്ക്, 55-നും 60-നും ഇടയിൽ, കൃത്യമായി പറഞ്ഞാൽ 55-ന് മുകളിലോട്ടേക്ക് നിങ്ങൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രിലിംസ് കടന്നിരിക്കും. അവിടെ നിങ്ങൾ സേഫ് സോണിലോട്ടേക്ക് വന്നിരിക്കും. ഓക്കെ, അത്തരത്തിൽ നമുക്ക് പ്രിലിംസ് കിടക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എവിടെ ഫോക്കസ് കൊടുക്കണം, MEM 50 മാർക്ക് കൊണ്ട് അവിടെ ഫോക്കസ് കൊടുക്കണം. ബാക്കി GK സബ്ജക്റ്റുകളിൽ ഞാൻ പറഞ്ഞതുപോലെ ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുക. കുറഞ്ഞ സമയത്ത് കൂടുതൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ടോപ്പിക്കുകൾ കൃത്യമായിട്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ, ഡിഗ്രി ലെവൽ പ്രിലിംസിനെ നമുക്ക് അങ്ങനെ ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഡിഗ്രി ലെവൽ എക്സാംസിലോട്ടേക്ക് വരുമ്പോൾ ഈ പ്രിലിമിനറി പരീക്ഷ പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്ത്, നമുക്ക് ഏതൊക്കെ പരീക്ഷകൾ എഴുതാം. പ്രിലിംസ് നമ്മൾ ഒരു കോമൺ പ്രിലിംസ് ആണ് ഉണ്ടാവുക. ഈ പ്രിലിംസ് തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസിന് പ്രിപ്പയർ ചെയ്യാം, കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് പ്രിപ്പയർ ചെയ്യാം, SBCID, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തുടങ്ങി നിരവധി ഡിഗ്രി ലെവൽ പരീക്ഷകളാണ്, മെയിൻസ് പരീക്ഷകളാണ് വരാനിരിക്കുന്നത്. സോ നമുക്ക് തീരുമാനിക്കാം ഏത് പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് പോസ്റ്റിന് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജോലിയുടെ സാധ്യതകളും അല്ലെങ്കിൽ ആ ഒരു ജോബ് പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടം, നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഏത് പരീക്ഷയ്ക്കാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ കട്ട് ഓഫ് അവിടെ കുറയാനാണ്. അതായത് കട്ട് ഓഫ് നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിക്കൊക്കെ വരുന്ന അത്രയും കട്ട് ഓഫ് എവിടെ ഉണ്ടാവില്ല. യൂണിവേഴ്സിറ്റിക്കൊക്കെ വരുന്ന അത്രയും കട്ട് ഓഫ് ഒരിക്കലും കമ്പനി ബോർഡിന് ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ കട്ട്
കട്ടയ്ക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ നിരവധി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ കട്ടയ്ക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പ്രിലിംസ് കടക്കാൻ വേണ്ടി പറ്റും. പ്രിലിംസ് കടന്ന് അടിപൊളിയായിട്ട് മെയിൻസ് എഴുതാനും പറ്റും. ഓക്കെ, അപ്പം ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രിലിംസിനെ സെറ്റ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, എത്ര ദിവസം, അതായത് ഒരു ദിവസം എത്ര സമയം പഠിക്കണമെന്ന് ഇനി നിങ്ങൾ തന്നെ ആലോചിക്കുക. അതായത് ഒരു ദിവസം നമ്മൾ പഠിക്കുന്നത് ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തരുടെയും രീതികളും ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും, ചിലർ കുറച്ച് പതിയായിരിക്കും പഠിക്കുക, അല്ലേ? ഓരോരുത്തരുടെ പഠന രീതികൾ വളരെ വളരെ വ്യത്യസ്തമാണ്. അപ്പം നമുക്ക് ഒരാൾക്ക് വന്നിട്ട് പറയാൻ പറ്റില്ല നിങ്ങൾ 10 മണിക്കൂർ പഠിക്കണം, നിങ്ങൾ 8 മണിക്കൂർ പഠിക്കണം, നിങ്ങൾ 7 മണിക്കൂർ പഠിക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല. ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം 4 മണിക്കൂറെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക, അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ പല സിറ്റുവേഷനിലുള്ളവരുണ്ടാവും, ജോലി ചെയ്യുന്നവരുണ്ടാവും, അമ്മമാരുണ്ടാവും, ഡെയിലി ഫുൾ ഡേ ഇരുന്ന് പഠിക്കുന്നവരുണ്ടാവും, അങ്ങനെ പല സിറ്റുവേഷനിൽ ഇരിക്കുന്ന ആളുകളാണ്. അപ്പം നിങ്ങളുടെ ടൈം എങ്ങനെയാണോ നിങ്ങൾക്ക് അഡ്ജസ്റ്റബിൾ ആക്കാൻ പറ്റുന്നത് അതുപോലെ അഡ്ജസ്റ്റബിൾ ആക്കുക. എത്ര സമയം പഠിക്കുന്നു എന്നതിലല്ല കാര്യം, എങ്ങനെ നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്യുന്നു, എങ്ങനെ നിങ്ങൾ ആ ഒരു കട്ട് ഓഫ് റേഞ്ചിലോട്ടേക്ക് എത്തുന്നു എന്നതിലുള്ളതാണ് കാര്യം. അപ്പോൾ പ്രിലിമിനറി എന്ന് പറയുന്നത് കട്ട് ഓഫ് കിടക്കുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം. മെയിൻസിലേക്ക് വരുമ്പോൾ റാങ്ക് ലിസ്റ്റ് കിടക്കുക എന്നുള്ളതായിരിക്കണം, അല്ലെങ്കിൽ ഉയർന്ന റാങ്കിലോട്ടേക്ക് എത്തുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം. അപ്പം ഈ രീതിയിലാണ് നമുക്ക് പ്രിലിംസിനെ പറ്റി പറയാനുള്ളത്. പ്രിലിംസ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് മെയിൻസിൻ്റെ ചെറിയ ടോപ്പിക്ക് പഠിച്ചു പോകുന്നതും എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, എത്ര ടൈം പഠിക്കുന്നു എന്നതിലുള്ളതല്ല കാര്യം, നിങ്ങൾ എങ്ങനെ അത് ആ പഠിക്കുന്ന സമയം കൃത്യമായിട്ടും എങ്ങനെ അത് പരീക്ഷയ്ക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലാക്കുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ സിലബസ് മൊത്തം കവർ ചെയ്തിട്ട് പോകണം എന്നുള്ള ആ ഒരു വേവലാതിയൊക്കെ ഒഴിവാക്കുക. കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ ടോപ്പിക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു സ്ട്രക്ചറിൽ നന്നായിട്ട് പഠിച്ചു പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കട്ട് ഓഫ് റേഞ്ച് കടക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ പഠനത്തെ സെറ്റ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു നിരവധി അവസരങ്ങളാണ്, 5 അവസരങ്ങളുണ്ട്. അപ്പം ഈ 5 അവസരങ്ങൾക്കും വേണ്ടി നമ്മൾ ആദ്യം കടക്കേണ്ടത് എന്താണ്, പ്രിലിംസ് എന്ന കടമ്പയാണ്. അപ്പോൾ ആ പ്രിലിംസ് കടക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. നമുക്കിപ്പോൾ SBCID സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് തുടങ്ങി നിരവധി ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളെ ഈ പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ CC ഒരു പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് സപ്പോർട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി ടൈം ടേബിളും അതനുസരിച്ചിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും വീക്കിലി എക്സാംസും അതുപോലെ തന്നെ മോക്ക് എക്സാംസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ കൂടെ നോട്ടുകളും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ബാച്ചിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്